ആ കൊച്ചിനെ എല്ലാവരും കൈയൊഴിഞ്ഞു, ബന്ധുക്കള് പോയി. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലടാ പട്ടി, ദൈവമൊന്നും ഇല്ലാന്ന്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ല മനുഷ്യനും ആ തങ്കം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നോ? എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് ആ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? എനിക്കല്ല, എനിക്ക് അതിനുള്ള ഏജ് ആയിട്ടില്ലല്ലോ. ഞാൻ നമ്മുടെ ശിവേട്ടന്റെ കാര്യം ഉദ്ദേശിച്ചു. കാശും മടൊന്നും മോഹിച്ചിട്ടല്ല. ഇവരൊക്കെ നല്ല ആളുകളാ, നല്ല മനസ്സുള്ളവരാ. അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്, സംസാരിച്ചു നോക്ക്. അല്ല അതിപ്പോ ഞാൻ അതിന് നമ്മൾ കണസാ കുണസ പയ്യനെന്നല്ല ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ശിവേട്ടനൊരു ഡോക്ടറല്ലേ. ചെന്ന് സംസാരിക്ക്, ഒന്നുകൂടി ഒഴിക്കട്ടെ. നീ എന്താ വിചാരിച്ചേ? ഒരു കല്യാണം ആലോചിക്കാനുള്ള ധൈര്യം വരെ എനിക്ക് ഒരെണ്ണം കൂടി അടിക്കണമോ? നീ രണ്ടെണ്ണം കൂടി ഒഴിക്ക്. ഭക്ഷണം കുഴികുത്തി മൂടാൻ പറഞ്ഞു, അത് വേണോ? വേണ്ട, ഭക്ഷണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഭക്ഷണത്തിന്റെ അല്ല, ഞങ്ങള് വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. അച്ചോട്ടെ ചോദിക്കേ. അങ്ങനത്തെ ഒരവസ്ഥയില് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. മനസ്സിലായി. പന്തലിന്റെ വാടകയും വാചകക്കൂലി എത്രയാണെന്ന് വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശരി, താങ്ക്സ്. അല്ല അച്ചോട്ടാ, നമ്മള് വന്നാരും പറഞ്ഞില്ല. അതൊന്നും ശരിയാവൂടാ. എന്താ അവര് നമ്മളെ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. അതിന് അച്ചോട്ടൻ കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ നിനക്കാണ് പോയി പറഞ്ഞൂടെ? അതെങ്ങനെ തലയിരിക്കുമ്പോ വാലാട്ടം പാടില്ല? അതിന് തലയിരിക്കലല്ലോ, നിക്കല്ലേ. നിനക്ക് ആട്ടം മുട്ടണ നീ ആട്ടപ്പ. അപ്പൊ ഞാൻ തമ്പി സാറിനെ പോയി ആട്ടട്ടെ. അല്ല, പറഞ്ഞിട്ട് വരട്ടെ. തമ്പി സാർ, എന്താടോ? ഞങ്ങളിപ്പോ ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കൂടാതെ അച്ചോട്ടനൊരു അനിയനുണ്ട്. എന്ന് വെച്ച് എന്റെ ഏട്ടൻ, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ നടുക്കഷ്ടം, ഡോക്ടറാ. ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവദാസ്. വെറും MBBS അല്ലാട്ടാ, MD. ആ ശിവേട്ടന് വേണ്ടി ഈ തമ്പി സാറിന്റെ മകളുടെ ആദ്യകാലത്ത് അമ്മ ചേച്ചി ആലോചിക്കാൻ വന്നാ ഞങ്ങള്. തല്ലരുത്. അമ്പാടി തറവാട്ടിൽ കയറി സംബന്ധം ആലോചിക്കാനുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോ, നിങ്ങളുടെയൊക്കെ വിഷമം കണ്ടപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. സാറിന് സമ്മതമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. എന്റെ അനിയൻ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞ സമ്മതിക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ? ഞാൻ മിണ്ടിയിട്ട് കൂടി ഇല്ല. പോവാം. സാറേ, കൂൾ ഡൗൺ സർ, കൂൾ ഡൗൺ. എല്ലാത്തിനും ഞാനില്ലേ. പണ്ടാറം കഴുത്തിന്റെ ഇടയിലെ കൈ കുടുങ്ങി. ഹലോ, ഡോക്ടർ ശിവദാസ്. ഏട്ടാ, ഇത് രാമൻകുട്ടിയാ. ഞങ്ങളിവിടെ കല്യാണ വീട്ടിൽ നിന്നാ. ഏട്ടനൊന്ന് അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരണം. എന്താടാ, മുത്തച്ഛൻ അസുഖം വല്ലതും? ഏട്ടൻ ഇങ്ങോട്ട് വാ, കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. അല്പം സീരിയസാ. നിങ്ങട് വാടാ. ശരി. എന്താ? വാ പറയാം. കൺകുളിർക്കെ കണ്ടോളൂ, അതാണ് ചെക്കൻ. ഏതായാലും കുട്ടി ചെന്ന് കല്യാണ പെണ്ണിനോട് ലൈഫ് കൊടുക്കാൻ ഒരു ഡോക്ടർ വന്നിരിക്കുന്നു പറയൂ. ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വേഗം ചെന്ന് പറയൂ. നമ്മുടെ കല്യാണം നടത്തണ്ടേ? അല്ല, അവരുടെ കല്യാണം നടത്തണ്ടേ? നീ ഒന്നും പറഞ്ഞില്ല ശിവ? ഞാൻ മുത്തച്ഛനാ സുഖമാണെന്ന് കരുതി ആംബുലൻസ് ആയിട്ടാ വന്നത്. അതൊന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ വരാട്ടാ. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അച്ഛാ, ചേച്ചി വിളിച്ചിട്ട് എണീക്കുന്നില്ല. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്.
മോളെ ചേച്ചി മോളെ എക്സ്ക്യൂസ് മീ, മോളെ എല്ലാവരും ഒന്ന് പുറത്തേക്ക് സർ പ്ലീസ്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? പക്ഷെ എന്ത് കഷ്ടം പോ. നിന്നോട് കൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ. ഇയാൾ എപ്പ കയറിയതിനകത്ത്? ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലല്ലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? അയ്യേ, താൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഡോക്ടർ ശിവദാസ്. ബോധമില്ലാ പെണ്ണിന് ഡാക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണല്. ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്. എന്നിട്ടാ കല്യാണം നടന്ന. പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തീർന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. അച്ചുവേട്ടൻ ഇങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതമൊന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും. പുരയിടത്തിന്റെ ആധാരം പണയം വെച്ച് എന്നെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടിയെടുത്തൊരു തീരുമാനമായിരുന്നു. അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെയാ എന്റെ സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പൾസ് റേറ്റ് കറക്റ്റാ. ഇനി ഒരു ബോധക്കേടിന്റെ ചാൻസ് കാണുന്നതുമില്ല. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ. ഇയാള് കല്യാണത്തിന് ഓക്കെ എന്ന് ഞാൻ പറഞ്ഞോട്ടെ. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. ദാ നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. ഓ, സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് കുരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന. ഇതിനൊക്കെ പകല് വന്നുകൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കന് മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ഷടപടേന്നായിരുന്നു. എന്താന്ന്? നമ്മള് ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു. മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയൻ സാറോ അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ദേ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ? മോള ഭാര്യ ആയിരിക്കും അല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവൊന്നും. 10-7 പൊരുത്തവും ഉണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങോട്ട് പിടിക്ക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. ഇപ്പൊ നമ്മള് ബന്ധുക്കളായിട്ടോ കത്തലിനെ ഭർത്താവും കുട്ടികളൊക്കെ. അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നന്നായി. അതെന്ത് വേണ്ടാന്ന് വെച്ച്? വേണ്ടാന്ന് തോന്നി, അത്ര തന്നെ. ഇപ്പോഴും താമസിച്ചിട്ടില്ല. ഇനി ആവട്ടോ.